ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ത്രിവർണ്ണ പതാക ഇൻസ്പയർ ആക്കിക്കൊണ്ടുള്ള ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സ്കൂളിൽ പോകുന്ന മക്കളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇൻഡിപെൻഡൻസ് ഡേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. മക്കൾക്ക് കുറച്ചുകൂടെ കൗതുകകരമായിട്ട് തോന്നില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മളെ ഫ്ലാഗിൻ്റെ ഇൻസ്പയർ ആക്കിക്കൊണ്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ബൗൾ എടുത്തിന്. അതിൽ എല്ലാത്തിലും ഈക്വലായിട്ട് 3 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലെല്ലാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് ബൗൾ മൈദയില്ലേ, അതിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ബൗളിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ സാധാരണ പൂരിമാവ് കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ എല്ലാതും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഓരോ ബൗളിലെ മാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് നല്ല രസമില്ലേ കാണാൻ. നമ്മളെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ ഒരു കളറിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ ബൗളിലെ മാവും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ ബോൾസ്. അതായത് നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന ആ ഒരു ബോൾസില്ലേ, അതിൻ്റെ 1/3 ഭാഗമായിട്ട് ഓരോ മാവും ഞാൻ ഇതേപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫ്ലാഗിൻ്റെ തീമിൽ പരത്തിയെടുക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഓറഞ്ച് കളറുള്ള മാവില്ലേ, അതെടുത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് ചേരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറേശ്ശെ മൈദ ചേർത്ത് ജെൻറ്റിലായിട്ട്, അതായത് സാവധാനത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. 3 കളറും കൂടെ വിട്ടു പോവാത്ത രീതിയിൽ സാവധാനത്തിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒരു റൗണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിന് ആവശ്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എൻ്റെ പൂരി മൊത്തത്തിൽ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഓരോ പൂരിയും ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ബോൾ പോലെ പൊങ്ങി വന്ന് നമ്മളെ ട്രൈ കളർ ഫ്ലാഗ് തീമിലുള്ള പൂരിയുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എന്തായാലും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കുക തന്നെ വേണം അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫ്ലാഗും നല്ല അടിപൊളി കളറല്ലേ, നല്ല തീമല്ലേ നമ്മളെ ആ ഒരു ഫ്ലാഗിനുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഒരു പൂരിയില്ലേ, നിങ്ങൾ എല്ലാവരും വീട്ടിലെ മക്കൾക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ട് കൊടുക്കണേ. ഇനി ഇതിൽ രണ്ടാമതായിട്ട് കാണിക്കുന്നത് നമ്മൾ ത്രിവർണ്ണ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ്, മുള്ളങ്കിയില്ലേ റാഡിഷ്, അതെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുക്കുംബറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ ജസ്റ്റ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. നല്ല നേരിയ സ്ലൈസ് ആക്കിയിട്ട് ക്യാരറ്റും കുക്കുംബറും പിന്നെ അതേപോലെ തന്നെ റാഡിഷില്ലേ മുള്ളങ്കി, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലെ മുള്ളങ്കിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വൈറ്റ് കളറുള്ള വെജിറ്റബിളോ ഫ്രൂട്ടോ എങ്ങാനും എടുക്കാം കേട്ടോ. ആപ്പിളോ അല്ലെങ്കിൽ വെള്ളരിയോ അങ്ങനെ എങ്ങാനും എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മുള്ളങ്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും മുള്ളങ്കിയും കുക്കുംബറും എല്ലാം നല്ലോണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി കളയാതെ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള പ്ലേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിലെ അത് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ട് വൈറ്റിന് മുള്ളങ്കി ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൂന്നാമതായിട്ട് ഗ്രീൻ കളറിന് കുക്കുംബർ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ സെൻട്രലായിട്ട് അശോക ചക്രക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ഗ്രാമ്പൂ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളെ ട്രൈ കളർ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മൂന്നാമതായിട്ട് കാണിക്കുന്നത് ഫുഡൊന്നുമല്ല, ജസ്റ്റ് ആ ഒരു ഫ്ലാഗിൻ്റെ തീം കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർട്ടൂണിൻ്റെ മേലെയോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ അങ്ങനെ എങ്ങാനും ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ജസ്റ്റ് പ്ലേറ്റിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സെലോ ടേപ്പില്ലേ അത് ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫസ്റ്റ് മേലെയായിട്ട് നമ്മൾ മസൂർ ദാലില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ നമ്മൾ താഴോട്ട് ആവാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് വൈറ്റ് റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചരിയില്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മൂന്നാമതായിട്ട് ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾ സ്കൂളിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾ കാർട്ടൂണിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ A4 ഷീറ്റിലോ എങ്ങാനും ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുരുമുളകും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അശോക ചക്ര കണക്കാക്കിയിട്ട്. ഇനി ഇതിലേക്ക് നാലാമതായിട്ട് നല്ലൊരു അടിപൊളി ട്രൈ കളർ സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തരത്തിലുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാബേജിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസും കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാൻഡ്വിച്ചിൻ്റെ വൈറ്റ് ഭാഗം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റില്ലേ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കെച്ചപ്പില്ലേ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് എല്ലാം കൂടെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് കളറും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രീൻ കളറൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ക്യാപ്സിക്കത്തിലേക്ക് ഒരു ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയില, പിന്നെ അതിന് കുറച്ച് കുറവായിട്ട് പുതിന ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യൂബ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചീസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. അതല്ല ചീസ് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയൊരു പുളിക്ക് ആവശ്യമായിട്ട് പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയില്ലേ അതിൻ്റെ നീരും കൂടെ മൊത്തത്തിലൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്. ഈ ഒരു ചട്നിയിൽ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു റെസിപ്പിക്ക് കൂടെ കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്സിക്കം ഇല്ലേ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചട്നി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അരികിലുള്ള ആ ഒരു ബ്രൗൺ കളർ ഭാഗമില്ലേ 4 ഭാഗത്തുള്ള ആ ഒരു ബ്രൗൺ കളർ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാന്നിട്ടാണ് ചെയ്യുന്നത്. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലിയ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്രെഡ് എടുത്തെന്ന് മാത്രം. ഇനിയിപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡിലും ഓരോ സ്പൂണ് അളവിൽ ബട്ടറില്ലേ അത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ബട്ടർ ഇതിലേക്ക് ചേർക്കാന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി ബട്ടർ തേച്ചിട്ടുള്ള ഒന്നാമത്തെ ബ്രെഡിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ മിക്സ് ഇല്ലേ ക്യാപ്സിക്കത്തിൻ്റെ അത് നല്ലോണം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബ്രെഡ് ബട്ടർ മേലെ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ വൈറ്റ് കളർ ക്യാബേജിൻ്റെ മിക്സ് ഇല്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബട്ടർ മേലെ ആവുന്ന രീതിയിൽ മൂന്നാമത്തെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ ഓറഞ്ച് കളറിലെ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ആ ഒരു ബ്രെഡിൻ്റെ മൊത്തത്തിലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കട്ടായി പോവാത്ത രീതിയിൽ കൈവച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ട്രൈ കളർ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ക്ലബ് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എല്ലാം റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് മക്കൾക്കെല്ലാം കൊടുക്കുക. പിന്നെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് ഇത്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് അഞ്ചാമതായിട്ട് കാണിക്കുന്നത് ഒരു നല്ല അടിപൊളി ട്രൈ കളർ മാക്രോണി റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മാക്രോണി നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും ഓയിലും കൂടെ ചേർത്ത് വേവിച്ച് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ദാ 1/2 കപ്പ് പശുവിൻ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നല്ലോണം ഒന്ന് കൈ ഇളക്കാതെ മിക്സ് ചെയ്തെടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു മൈദ മിക്സില്ലേ അത് ഇതിലേക്ക് യോജിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കൂലേ ആ ഒരു രീതിക്ക് ഞാൻ ഇതിൻ്റെ വൈറ്റ് സോസും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ദാ ഇനി നമ്മൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇല്ലേ അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മക്രോണി ഇല്ലേ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മക്രോണിക്ക് പകരമായിട്ടില്ലേ നിങ്ങളെ കയ്യിൽ പാസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് 2 ഷീറ്റ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക വൈറ്റ് സോസ് പാസ്ത ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട്. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിൽ കൊടുത്ത് വിടാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെ ദാ ഇത് ഞാൻ 3 പോർഷനാക്കിയിട്ട് 3 ബൗളിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈക്വലായിട്ട്. ഇനി ഇത് നമുക്ക് ഓറഞ്ചും ഗ്രീനൊക്കെ കളറാക്കണ്ടേ, അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ. നമ്മൾ നേരത്തെ സാൻഡ്വിച്ചിനെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ചട്നി ഇല്ലേ അത് 1 കപ്പ് മക്രോണിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മളെ ഗ്രീൻ കളറിലെ മാക്രോണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓറഞ്ച് കളർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സ്പൂണ് ഓയിലും അതേപോലെ തന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയില്ലേ അതും കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മാക്രോണി കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് കളറുള്ള മാക്രോണി കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് ഇതിലേക്ക് വൈറ്റ് കളറുള്ള നോർമലായിട്ടുള്ള ആ ഒരു പാസ്ത ഇല്ലേ അതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. പിന്നെ ഇതാ ഒരു വലിയ പ്ലേറ്റിലേക്ക് ഫസ്റ്റ് തന്നെ ഓറഞ്ച് കളറുള്ള മക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് കളറുള്ള മക്രോണി അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് ഇതാ മേലെയായിട്ട് ഗ്രീൻ കളറുള്ള ആ ഒരു മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻറ്ററിലായിട്ട് ഞാനൊരു ഉണക്ക നാരങ്ങയില്ലേ അത് കട്ട് ചെയ്തിട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രൈ കളർ മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റെസിപ്പീസും ഐഡിയാസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.